നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൂർ ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ വരാനുള്ള കാരണം മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കാനാണ്. അവിടെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് ശേഷം പേരിന് മാത്രം 1-2 പ്രാവശ്യം ബസ്സുകൾ കയറിയിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും 1-2 പ്രാവശ്യം കയറി. അതിനുശേഷം ഒരു ബസ് പോലും കയറുന്നില്ല. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഡ്രൈവർ മറ്റും അവരെ ജീവനക്കാർ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ സമയം തന്നെയാണ്, സമയക്രമീകരണം കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. സമയം വൈകിപ്പോയി ഞങ്ങൾക്ക് പിഴ ഈടാക്കും, അത് കാരണമാണ് ഞങ്ങൾ ബസ്സിൽ കയറാത്തത്. ബസ് സ്റ്റാൻഡിൽ കയറിപ്പോയി സമയം വൈകും. പഴയ സമയം ക്രമീകരിച്ച് കൊടുത്താൽ, സമയം മാറ്റി കൊടുത്താൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കയറാം എന്നാണ് അവരുടെ വാദം. ആ വിഷയം സംസാരിക്കാനാണ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റ്, ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ശ്രീമതി സജിതയെ കാണാൻ വന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. പറഞ്ഞു ശരിക്കും നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ബസ്സുകാർ കയറുന്നില്ല. അപ്പോൾ അതൊരു തർക്കം നിലനിൽക്കും ബസ്സുകാർ തമ്മിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് വിശദീകരിക്കട്ടെ. നമ്മുടെ മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കളക്ടർ അനുമതി തന്നിട്ടുള്ളതാണ്. അതേപോലെ RTO അനുമതിയുണ്ട്. ചെറുപ്പശ്ശേരി കോങ്ങാട് പോകുന്ന എല്ലാ ബസ്സുകളും മുണ്ടൂർ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങാനുള്ള അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ കയറുന്നുമുണ്ട്. ബസ് ഇപ്പോൾ കയറി ഇടയ്ക്ക് കയറാറുണ്ട്. അവർ പറയുന്നത് അവർക്ക് സമയം ഇപ്പോഴും ക്രമീകരിച്ച് കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതിന് ബസ് കയറാൻ നടപടികളുണ്ട് ഉടൻ ഉണ്ടാവുമോ? നമ്മൾ RTO സംസാരിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. RTO സംസാരിച്ചിട്ട് അപ്പോൾ ഇതുവരെ നേരെ സംസാരിച്ച് വെച്ചിരുന്നില്ലേ? സമയം ക്രമീകരിച്ച് കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് കൊടുത്തുണ്ട്. ബസ് കയറുന്നില്ല. അപ്പോൾ ബസ്സുകാരെ അവരെ സംസാരിക്കുന്നുണ്ടോ? ഓണേഴ്സ് അസോസിയേഷൻ സംസാരിച്ചിരുന്നു. നമ്മുടെ ബസ് ഓണേഴ്സ്, അതേപോലെ RTO, പോലീസ്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. ബസ് കയറാനുള്ള നടപടി ഉടൻ ഉണ്ടാവും പ്രതീക്ഷിക്കുക അല്ലേ? അപ്പോൾ ബസ് യാത്രക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായത്. ഫ്രണ്ടിൽ നിൽക്കും മഴ കൊള്ളാനും ബസ് സ്റ്റാൻഡിൽ കയറിയാലും യാത്രക്കാർക്കും നല്ല സൗകര്യപ്രദമായി. യാത്രക്കാർ സംസാരിച്ചപ്പോൾ അവർ ബസ് സ്റ്റാൻഡിൽ കയറി വളരെ ഉപകാരമായി വയ്ക്കുന്ന അവർ സംസാരിച്ചത്. അപ്പോൾ ബസ് ഉടനെ കയറുന്ന നടപടികൾ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക അല്ലേ? ഓക്കെ, താങ്ക് യു പ്രസിഡന്റ്. ഇതാണ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിതയുമായി സംസാരിച്ചപ്പോൾ ബസ്സുകൾ കയറ്റാനുള്ള നടപടികൾ ഉടനെ ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. വളരെ അനുകൂലമായിട്ടുള്ള മറുപടി തന്നത്. അതുമായി ബന്ധപ്പെട്ട് കളക്ടറും RTOയുമായി സംസാരിച്ചിട്ട്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ബസ്സുകൾ കയറും എന്നാണ് നമുക്ക് കിട്ടിയ മറുപടി. അവരിൽ നിന്നും ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്നും എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ ഉടൻ തന്നെ ബസ്സുകൾ കയറും എന്ന് പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം. വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഓൺലൈൻ ചാനലിലെ ഒരു ലേഖകൻ, ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് വിഷയമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമതി സജിതയുമായി സംസാരിക്കാൻ ആദ്യമായിട്ടായിരിക്കും ഒരു ഓൺലൈൻ ചാനലിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ പോകുന്നത്. ഇതിനുമുമ്പ് ഒരു ലേഖകന്മാരും മറ്റു ചാനലുകാരും ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ വിശ്വാസം തെറ്റായിരിക്കാം. പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച്. പക്ഷേ ദൃശ്യമാധ്യമങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതെനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ വിശ്വാസം തെറ്റായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് അഭിമാനിക്കാം, ഞാൻ ഒരു ഓൺലൈൻ ചാനലിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് അവരോട് സംസാരിക്കാനും അവർ അതിനുള്ള അനുകൂലമായി മറുപടി നൽകാനും ഇതൊരു അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും ഉടൻ തന്നെ ബസ്സുകൾ കയറും എന്ന് പ്രതീക്ഷിക്കാം.
എന്ന് വിശ്വസിക്കാം. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സനോജ് മന്ത്ര.